കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലുമൊക്കെ ലഹരി വളരെയേറെ പിടിമുറുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ കൊട്ടാരക്കര ഗിഗ്രിയോസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കൊട്ടാരക്കര മീഡിയയോട് ക്യാമ്പസിൻ്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ സാഹചര്യത്തിൽ മയക്കുമരുന്ന് മദ്യം അല്ലെങ്കിൽ പറയുന്ന മാഫിയ അവരുടെ കടന്നുകയറ്റം രാസലഹരി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പഴയ കാലത്ത് ഇപ്പം ഈ കോളേജിൽ എങ്ങനെയാണ് മാറ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ കോളേജിൽ ഇങ്ങനെ ഉണ്ടായത്, അതിനെക്കുറിച്ച് എങ്ങനെയാണ് ടീച്ചർ പറയുന്നത്? നിലവിൽ നമ്മുടെ കോളേജിൽ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ ഭയാനകമായിട്ടുള്ള വാർത്തകളാണ്. കാരണം ഏതൊരു സാഹചര്യത്തിലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ തികച്ചും നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല ഏതൊക്കെ വഴികളിലൂടെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ചതിക്കുഴികളുമായിട്ട് ഈ പറഞ്ഞ ലഹരിയുടെ ഒരു മാഫിയ അവരെ കാത്തു നിൽപ്പുണ്ട്. അത് പല രൂപത്തിലാവാം. കുഞ്ഞു കുട്ടികളെ മുതൽ ചോക്ലേറ്റിൻ്റെ രൂപത്തിലാവാം, ജാമിൻ്റെ രൂപത്തിലാവാം, പല രൂപത്തിലും ഈ കുഞ്ഞുങ്ങളിലേക്കത് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഇരകളാവുന്ന കുട്ടികൾ പിന്നെ ഒരിക്കലും അതിൽ നിന്നൊരു മോചനം നേടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് കോളേജ് അതിനൊരു പറ്റിയൊരു സാഹചര്യം തന്നെയാണ്. മുതിർന്ന കുട്ടികളാണ്, അവർക്കിതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അറിയാമെങ്കിൽ പോലും താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് വേണ്ടിയോ ഇതിനെ ആശ്രയിക്കുന്നവരാണ് പലപ്പോഴും വിദ്യാർത്ഥികളെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മാതാപിതാക്കൾക്ക് പലരും രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കാം. അവർക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അധ്യാപകർക്കായാലും ഒരുപാട് പരിമിതികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇവർക്കുള്ള സാഹചര്യങ്ങൾ, ഇത് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെ അറിയാൻ പറ്റില്ല, അതൊരു വലിയ പ്രശ്നമാണ്. കാരണം മദ്യം നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്കൊന്നുമില്ലെങ്കിൽ ഊതിച്ച് നോക്കാം, പോലീസുകാർക്കായാലും ഊതിച്ച് നോക്കാം, അല്ലെങ്കിൽ അടുത്ത് വരുമ്പോൾ നമുക്ക് അവൻ്റെ ലക്ഷണം കണ്ടായാലും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അതിനപ്പുറത്തേക്കൊന്ന് ചോദിക്കാൻ നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ വിശാലമായ ചെറിയ തലമുറ വലിയ തലമുറ കോളേജ് ഇവിടെ ഒരു അവസരമുണ്ടാകുന്ന സാധനം അതിനെങ്ങനെയാണ് നമ്മൾ? തീർച്ചയായിട്ടും ഇപ്പം കൊട്ടാരക്കര എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശമാണ്. സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും. അപ്പോൾ ഇതിനുള്ള ഒരു പറ്റിയൊരു പൊട്ടൻഷ്യലുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധ അത് ഏറെ വേണ്ടുന്ന ഒരു സമയമാണ്. സ്കൂളിൽ വിടുന്ന സമയവും അതുപോലെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയങ്ങളിൽ ആ വഴികളിലെല്ലാം അവരുടെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു പരിധിവരെ നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും. കാരണം ഈ പോകുന്ന വഴികളിലാണ് ഇവരെ ട്രാപ്പ് ചെയ്യാനായിട്ടുള്ളത്. കടകളിലാവാം, അല്ലെങ്കിൽ ഏജൻസി വഴിയാകാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഇടത്താവളങ്ങളിൽ, ആ ഇടനാഴികളിലൊക്കെ പോലീസിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്, അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ ഒരു നിരീക്ഷണമുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പരിധി വരെ ഇത് തടയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം കൊടുക്കുക. ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്, വരുംവരായികളെക്കുറിച്ച് കുട്ടികൾക്കിടയിൽ ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. രാഷ്ട്രീയ സംഘടനകളുടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും കുട്ടികളെ നല്ലൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. കലാലയത്തിലെ രാഷ്ട്രീയത്തിന് കുട്ടികളുടെ ഇടയിൽ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെന്ന നിലയിൽ ഈ രാഷ്ട്രീയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഇതിനെതിരെ ധീരമായിട്ടൊരു പോരാട്ടം, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന അക്രമങ്ങൾക്കെതിരെ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ തുടങ്ങിയ പിന്നെ ഇതിന് നിലനിൽപ്പില്ല. ഇതിനെ അടിമുടി മാറ്റിമറിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ തുടച്ചു നീക്കാനായിട്ട് വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ സാധിക്കുന്നതാണ്. രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്യേണ്ട കാര്യം കുറേ കൂടെ നേരത്തെയിലും കുറേ കൂടെ അലേർട്ടാവുക. കാരണം നമ്മുടെ കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം, തിരിച്ച് വീട്ടിൽ കയറുന്ന സമയം, അവൻ പോകുന്ന വഴികളിൽ ഇതിലെല്ലാം ഒരു ചെറിയ ഒബ്സർവേഷൻ, ഒരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ്. ഞങ്ങൾ പലപ്പോഴും മാതാപിതാക്കളോട് പറയാറുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കോളേജുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവരിവിടെ എത്തിയോ, ഒന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും അവരറിയാതെ ഒന്ന് വരിക, അവർ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ കയറുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക, അവരുടെ ബാഗുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പഴയ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണല്ലോ, അവൻ്റെ വിവേചന ശക്തിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഇപ്പോൾ ശരിയേതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായത്തിൽ ഇതിൻ്റെ ഒരു അഡിക്ഷനോടായി കഴിയുമ്പോൾ, ഈ ലഹരിയും കൂടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവന് വിവേചന ശക്തിയില്ല. അവൻ്റെ മുന്നിൽ നിൽക്കുന്ന അധ്യാപകനാണോ അല്ലെങ്കിൽ മാതാപിതാക്കളാണോ എന്നുള്ളൊരു തിരിച്ചറിവ് പോലും
കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, അവരുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന അവസ്ഥയിൽ അവർ ചെയ്യുന്നത് യാന്ത്രികമായിരിക്കും. തീർച്ചയായും എന്തൊക്കെയാണ് ഇനിയിപ്പോൾ കോളേജിൽ ഇപ്പം നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ വേണം. ഇപ്പം ഇത്രയും നമ്മൾ ചെയ്തിട്ട് പോലും ഒരു ഫലം കാണുന്നില്ലെന്നാണ്. അതെ. പക്ഷേ ഇനി എന്തൊക്കെ ചെയ്താൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിവിടെ നിലവിൽ ആൻറ്റി ഇൻടോക്സിക്കേഷൻ സെല്ലുകളുണ്ട്. അത് കുറേ കൂടെ ശക്തിപ്പെടുത്തുക, അതായത് ആക്ടിവിറ്റീസ് കുറേ കൂടെ കുട്ടികളിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ കുട്ടികളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളായാലും അവയർനെസ് ക്ലാസ്സുകളായാലും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെയും കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം, എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു. NSSൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഈ ലഹരി രാസലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ? സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൽ പ്രധാനമായിട്ട് നടത്തുന്ന ഇവിടെ ഒരു ആശാസേന രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം സംസ്ഥാന സർക്കാരിൻ്റെയും യൂണിവേഴ്സിറ്റിയിലെ NSSനുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് നമ്മൾ ലഹരിക്കെതിരെ പല ബോധവൽക്കരണ ക്ലാസ്സുകളും സെമിനാറുകളും ജാഥകളും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാമ്പസിലെ കുട്ടികൾ പരമാവധി ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും അവർക്ക് അതിനുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ടീച്ചർ, NSSൻ്റെ ഭാഗത്ത് പുതിയ എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ ജില്ലാ തലത്തിലൊക്കെ പരിപാടിയിലൊക്കെ വരും എങ്ങനെയൊക്കെയാണ്? തീർച്ചയായും NSSൻ്റെ ഭാഗത്തുനിന്ന് സാമൂഹ്യ ക്ഷേമ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കൂടെ ചേർന്നും കൊണ്ട് സാറ് പറഞ്ഞ പോലെ ആശാസേന 2 വർഷം മുമ്പേ ഈ ഒരു പ്രോജക്റ്റ് നിലവിൽ വന്നതാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ് NSS ഓഫീസർ എല്ലാ സെല്ലുകളെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് സംയുക്തമായിട്ട് 14 ജില്ലകളിലും ആസാദ് സേനയുടെ പ്രോഗ്രാം വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ അതിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശവും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ 14 ജില്ലകളിലും പ്രത്യേകിച്ച് ഈ ട്രൈബൽ ഏരിയാസ് അതേപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലെ ആസാദ് സേനയുടെ ട്രൈബൽ ഏരിയയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കുളത്തൂപ്പുഴയിലെ കടമാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഈ ഞായറാഴ്ച ദിവസമാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായാലും മുതിർന്നവരായാലും നമുക്കൊരു കാര്യത്തിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ അത് നടക്കുന്നില്ലെങ്കിൽ അടുത്ത ഇഷ്ടം ഏതാണോ ആ ഇഷ്ടം തേടി പോകും. അങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഓരോരോ ചിന്തകളും കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇന്നത്തെ യുവതലമുറ അവരുടെ ഇഷ്ടം തേടിയുള്ള യാത്രയാണ്. ആ ഇഷ്ടം തേടിയുള്ള യാത്രയിൽ പഴയ കാലത്ത് നമ്മുടെ സമയത്തൊക്കെ നമ്മൾ വായനകളിലേക്കും വിവിധ തരം കളികളിലേക്കും ഒക്കെ ആയിരുന്നു നമ്മുടെ മനസ്സ് തിരിച്ചു വരുന്നത്. അതെ, തീർച്ചയായും വായനശാല, അതുപോലെ തന്നെ ക്ലബ്ബ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഈ വയലോരങ്ങളൊക്കെ ചേർന്നും കൊണ്ട് പണ്ട് എൻ്റെ ചെറുതിലേക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് എല്ലാവരും കൂടെ ഓരോ കളികളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നതിനൊരു നിശ്ചിത സമയമുണ്ട്, 6 മണി അല്ലെങ്കിൽ 6:30 മണി. ആ വരുന്ന സമയത്തേക്ക് നമ്മൾ സ്കൂളിലെ പഠനവും കഴിഞ്ഞ് ട്യൂഷനും കഴിഞ്ഞ് കളികളിലും ഏർപ്പെട്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നുമില്ല. അവർ ഒരു യാന്ത്രികമായ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സഞ്ചാരത്തിനിടയിൽ ഇഷ്ടം തേടിയുള്ള യാത്രയിലേക്ക് ഓരോ കുട്ടികളും എത്തപ്പെടുന്നത് ഓരോരോ മേഖലയിലേക്ക്. അപ്പം പ്രധാനമായിട്ടും ആ നിന്നുപോയ കളികളെല്ലാം ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ യുവതലമുറയുടെ ആ ഒരു ശക്തി വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസാദ് സേനയുടെ ഭാഗത്തു നിന്ന് പ്രധാനമായിട്ടും ഉണ്ടാകും. ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ എത്ര തന്നെ പറഞ്ഞാലും നമ്മളെല്ലാവരും കൂടെ ഈ സമൂഹം ഒന്നടങ്കം ഒത്തൊരുമിച്ച് നിന്ന് എന്തെങ്കിലും കൈകോർത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ ഈ ലഹരിക്കെതിരെ നമുക്ക് പോരാടാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെന്ന് മാത്രമല്ല, ഒരു വ്യക്തി പോലും, അത് ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരു വ്യക്തി പോലും ഏതവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് ഒരാളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരേത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിയ സമയത്ത് എല്ലാം
ഒരു കുഞ്ഞു ലോകത്തേക്ക് നമ്മളങ്ങ് ഒതുങ്ങിക്കൂടുമ്പോൾ എന്താണ് നമ്മുടെ വീടിനുള്ളിൽ പോലും നടക്കുന്നതെന്ന് ഇപ്പോൾ 4 അംഗങ്ങളുണ്ടെങ്കിൽ ആ അംഗങ്ങളുടെ ഇടയിൽ പോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി എല്ലാവർക്കും ആ ഒരു രീതിയിലുള്ള പ്രവർത്തനത്തിലോട്ട് വരത്തക്കവണ്ണം ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ ഈ ലഹരിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പിന്നെ ഇപ്പം നമ്മൾ സാറ് പറഞ്ഞതുപോലെ നമ്മളിവിടെ ആസാദ് സേന 2 വർഷത്തിന് മുമ്പ് തന്നെ 2023 ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് നിർദ്ദേശം കിട്ടിയ ഉടൻ തന്നെ നമ്മളിങ്ങനെയുള്ള ആസാദ് സേന രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാം സജീവ പങ്കാളികളാണ്. ഞങ്ങളുടെ വോളണ്ടിയർ സെക്രട്ടറി പ്രണവ് ആസാദ് സേനയിൽ ഒരു മെമ്പറാണ്. നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ 20 50 കുട്ടികളെ നമ്മൾ ഒരു ഇത് വിളിക്കുന്നു, മയക്കുമരുന്ന് മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണം. പക്ഷെ ആ 50 കുട്ടികളല്ലാതെ പുതിയ ആൾക്കാരും വരുന്നില്ല, അവർ തന്നെയാണ് കേൾക്കുന്നത്. അത് തീർച്ചയായും സാർ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രവർത്തന ഭാഗമായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ബോധവൽക്കരണ ക്ലാസ്സുകളാണ്. ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിൽ അവർ ഇതിന് ബോധവൽക്കരണത്തിന് അവർ ഏത് സമയവും വില്ലിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സന്മനസ്സുള്ള ഉദ്യോഗസ്ഥർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. പ്രത്യേകിച്ച് കൊട്ടാരക്കര എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോധവൽക്കരണ ക്ലാസ് നടത്തുമ്പോൾ ഈ ബോധവൽക്കരണം കിട്ടുന്ന കുട്ടികൾ അവരെ ശരിക്കും ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. ബോധവൽക്കരണം വേണ്ടുന്നവർ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് വരുന്നില്ല. അവരിലൂടെ നമുക്ക് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്നൊക്കെ കണ്ടറിയേണ്ടുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതാണ് പ്രധാനം. പിന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്കിവിടെ ആസാദ് സേനയുടെ ഭാഗമായിട്ട് ഈ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ദത്ത് ഗ്രാമത്തിൽ ഫ്ലാഷ് മോബുകൾ നടത്തുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എല്ലാ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ക്ലാസ് വൈസ് ക്യാമ്പയിൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്താലും ഇങ്ങനെയൊക്കെ നമ്മൾ നടത്തിയാലും അത് ഒരു പരിപൂർണ വിജയത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്, ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പതിവ് പരിപാടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ആസാദ് സേനയുടെ ആ ഒരു പ്രവർത്തനം ഇപ്പം ഈ 2ാം ഘട്ടത്തിൽ സജീവമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഈ ട്രൈബൽ ഏരിയയിൽ തന്നെ നമ്മൾ കടമാങ്കോട് ആ ഒരു സ്കൂളിൽ വെച്ച് നടത്തുന്ന പ്രോഗ്രാമിൽ അവിടുത്തെ സമീപത്തുള്ള ക്ലബ്ബിലെ ആളുകളുണ്ട്, സ്കൂളിലെ അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ കലാകായിക മത്സരങ്ങൾ നടത്തുന്നതിനും അവർക്ക് പരസ്പരം ഒന്ന് ഇൻട്രാക്ട് ചെയ്യുന്നതിനും എല്ലാ ടെൻഷനുകളും മറന്ന് ഒത്തൊരുമിച്ചൊന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക, അത് തന്നെയല്ലേ പ്രധാനമായിട്ടും വേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ യുവതലമുറയുടെ ശക്തി നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചാൽ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമുക്ക് ഒരു വിധം വിജയത്തിലെത്താൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പറയാൻ പാടുണ്ടോ എന്നറിയത്തില്ല, എന്നിരുന്നാൽ കൂടിയും നമ്മുടെ കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഈ മാധ്യമങ്ങൾക്കുള്ള സ്വാധീനം ഭയങ്കര വലുതാണ്. ഒരു സിനിമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സോങ് പോലും 90s സോങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതത്ര പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അല്ല. ഇപ്പം അങ്ങനെയുള്ള തീമുള്ള സിനിമകളൊന്നും അല്ല. മീഡിയയുടെ അതെ പക്ഷേ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അപ്പം നമുക്ക് ഇപ്പം നല്ല നല്ല അഭിനേതാക്കളെ വെച്ചുകൊണ്ട് ഇപ്പം മോഹൻലാൽ തന്നെ ഈ ലഹരിക്കെതിരെ പറയുന്നുണ്ട്. പക്ഷേ ആ സിനിമയിലൊക്കെ ഉള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരഭിപ്രായം എനിക്കുണ്ട് സാറേ. കോഴിക്കോട് നമ്മുടെ സുഹൃത്തിനെ തന്നെ ആക്രമിക്കുന്നു. നമുക്ക് എങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ടാകും ഒരു വാളണ്ടിയർ എന്ന നിലയിൽ NSSൻ്റെ ആക്ച്വലി ഇപ്പം ഒരു വോളണ്ടിയർ എന്ന നിലയിൽ കൂടി ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ പിയർ പ്രഷറാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് അഡിക്റ്റ് ആവാനും ജസ്റ്റ് ഒന്ന് ആളാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകുന്ന എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ടും ചാടുന്ന ഒരു കുഴിയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ആ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇതിനെ പെട്ടെന്നൊരു വ്യക്തിയിൽ നിന്ന് പറിച്ചു മാറ്റുക എന്നുള്ളത് അത്ര ശ്രമകരമായ കാര്യമല്ല. നിരവധിയായ പല പ്രോഗ്രാമുകളിലൂടെയും ഘട്ടം ഘട്ടമായിട്ടേ മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യമേ ഇപ്പോൾ ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ തന്നെ ഈവൻ പിയർ പ്രഷർ കൊണ്ട് ജസ്റ്റ് ആളാവാൻ വേണ്ടിയിട്ട് ആൾ തന്നെ ആണെങ്കിൽ തന്നെ ആദ്യമേ പുള്ളിക്കാരനൊരു ചിന്ത വരണം, ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ സംഭവങ്ങൾ വരണം. ഞാൻ വോളണ്ടിയർഷിപ്പുമായിട്ട് പോയ ഒരു പാലിയേറ്റീവിൻ്റെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഞാനൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ ക്യാൻസറാണ്. പുള്ളിക്കാരൻ്റെ മൗത്തിൽ ക്യാൻസറാണ്. സിഗരറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്.
പക്ഷെ പുള്ളിക്കാരന് ആ ക്യാൻസർ വന്നിട്ടും അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല, സിഗരറ്റ് വലിച്ചത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തി ഒരിക്കലും നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ഉള്ളൊരു കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതാണ് ആസാസേന എന്ന് പറയുന്നൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ക്ലബിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വോളണ്ടിയേഴ്സ് പല പല ക്ലബ്ബിൽ നിന്നുള്ള കുറച്ച് വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഓരോരോ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തൻ്റെ പിയർ പ്രഷർ കുറച്ചിട്ട് തൻ്റെ പിയർസിന് കൂടെ പഠിക്കുന്നവരെ നേർവഴി കൊണ്ടുവരാനും മറ്റു കാര്യങ്ങളുമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പഴയ കാലത്ത് സൗഹൃദം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ക്യാമ്പസിലുള്ള സൗഹൃദമില്ലേ, നമുക്ക് പണ്ട് സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരനോട് തോന്നുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നതായിരുന്നു. ഇപ്പോൾ അങ്ങനല്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? രണ്ട് രീതിയിലാണ് പറയേണ്ടത്. അതിനെ ചിലർ ബോർഡർ ലൈനായിട്ട് വെച്ചിട്ടുണ്ട്, മീൻസ് കറക്റ്റായിട്ടൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് ആർക്കും കടക്കരുത് എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നവരുണ്ട്. അത് കണക്ക് തന്നെ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഇപ്പം എന്ത് വേണമെങ്കിലും ചെയ്ത് കളയും എന്നും പറഞ്ഞ രീതിയിലാണ് ഈ രണ്ട് എക്സ്ട്രീം കണ്ടീഷൻസിൽ നിൽക്കുന്ന രീതിയിലാണ് സൗഹൃദമാണ്. അത് മിക്കവാറും തലമുറകളായിട്ട് വന്ന മാറ്റമായിരിക്കാം. പ്രണവ് ഇപ്പം ഈ കാലഘട്ടത്തിലാണ്. പക്ഷേ പ്രണവിനിപ്പോൾ പഴയ കാലഘട്ടം പ്രണവ് ആലോചിക്കുമ്പോൾ ഇപ്പോൾ സിനിമയിൽ നിന്ന് ഇപ്പോൾ ടീച്ചർ കുറച്ച് മുമ്പ് പറയും, സിനിമ അല്ലെങ്കിൽ പറയുന്നത് പൊതുവായിട്ട് മാധ്യമത്തിൽ നിന്നുണ്ടാകുന്ന വിഷയം, അതൊക്കെയാണോ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം? അതോ ഒരു പരിധിവരെയാണ്. പിന്നെ ഈ ഗ്ലോറിഫിക്കേഷൻസ് ടീച്ചർ പറഞ്ഞ കണക്ക് തന്നെ ഈ സിനിമകളിലൂടെയുള്ള ഡ്രഗ്സിൻ്റെ ഗ്ലോറിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളും, പിന്നെ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ടീച്ചർ പറഞ്ഞ കണക്ക് തന്നെ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നൊരിക്കലും അങ്ങനെ നമുക്ക് ഇതാണ് കാരണം എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പഴയ കലാലയത്തിൽ നിന്ന് മാറ്റങ്ങളാണ് ഒരുപാട്. മൊബൈൽ ഫോണിൻ്റെ സ്വാധീനം, അതിനെക്കുറിച്ച് എന്താണ്? മൊബൈൽ ഫോൺ ഇപ്പം പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ഞാനും യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നാലും അധികമൊന്നും ഉപയോഗിക്കാറില്ല, വലിയ രീതിയിൽ ഉപയോഗിക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല, അതാണ് സംഭവം. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൽ ഈ മൊബൈൽ ഫോണിൽ ഇപ്പോൾ നമ്മൾ സിനിമയിലൂടെ കാണുന്ന സാധനങ്ങൾ, ഈ ഗ്ലോറിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം മൊബൈൽ ഫോണിലൂടെ ഇച്ചിരി കൂടി എളുപ്പത്തിൽ കിട്ടും, നമുക്ക് ആക്സസബിൾ ആവും. ഈ റീല്, പിന്നെ ഇൻസ്റ്റഗ്രാമിലും മറ്റു കാര്യങ്ങളിലും പോസ്റ്റുകളും കാര്യങ്ങളും, പിന്നെ ഇതേ കണക്ക് തന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ്. മറ്റേത് പണ്ടത്തെ കാലത്ത് ഈ ബിഗ് സ്ക്രീനിൽ കാണുന്നത് അങ്ങനെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് സെയിം സാധനങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൊബൈൽ ഫോൺ വഴി ഷൂട്ട് ചെയ്യുകയും അതേ കണക്ക് തന്നെ പോസ്റ്റ് ചെയ്യുകയും എല്ലാവരും കാണുന്നത് രീതിയിലാക്കി എടുക്കാൻ പറ്റും. ആക്ച്വലി അതിൻ്റെ കറക്റ്റായിട്ടൊരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് കണക്കുള്ള ഹിഡൻ ആയിട്ടുള്ള ടാലൻസ് ഉള്ളവരെ കൊണ്ടുവരുന്നതിന് പകരം ഇങ്ങനെ ആക്കുന്നതിന് പകരം ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുട്ടികൾ നല്ല മാറ്റം വരുത്തുന്നുണ്ട്. NSSൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം വന്നാൽ NSS തീരുമാനിക്കുകയാണ് നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഒന്ന് ക്യാമ്പസിൽ നിന്ന് അത് മാറ്റി വെച്ചിട്ട് പഴയ പുസ്തക കാലത്തിലേക്ക് പോകാം എന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് പ്രണവിൻ്റെ അഭിപ്രായം? ഇപ്പം അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമായി. ഇപ്പം മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി ഇപ്പം നമുക്ക് എങ്ങനെ പറയാം, ക്യാമ്പസിൽ എത്തുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് പുസ്തകം അല്ലെങ്കിൽ പത്രങ്ങൾ നമുക്ക് പഴയ കാലത്തേക്ക് കുറച്ച് കാലത്തേക്ക് സഞ്ചരിക്കാം എന്നൊരു തീരുമാനം NSSൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെ ആയിരിക്കും എൻ്റെ കാര്യത്തിൽ പ്രണവ് എടുക്കുന്നത്? എങ്ങനെ? ആക്ച്വലി അത് ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുക എന്ന് സങ്കല്പിക്കുക. പ്രോഗ്രാം നടക്കുമ്പോൾ ഈസി ആയിട്ട് ഒരു പ്രശ്നങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇൻഫർമേഷൻ ഇപ്പോൾ സ്റ്റേജിൽ നടക്കുന്ന ഇൻഫർമേഷൻ കൺട്രോൾ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റിയിലോ എത്തിക്കാനായിട്ടൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു ടെലികമ്മ്യൂണിക്കേഷനുള്ള. അപ്പോൾ കംപ്ലീറ്റ്ലി അതിനെ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഒരു പരിധി വരെ ഒഴിവാക്കി വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. പത്രം വായിക്കാറുണ്ട്? ഞാൻ കുറവാണ്. പത്രം വായന പുതിയ ക്യാമ്പസുകൾ വന്നാൽ ഇതിന് കുറച്ച് പല പത്രം വാർത്ത അല്ലെങ്കിൽ അങ്ങനെ വല്ലതും വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വന്നാൽ ഗുണകരമാവുമോ? ഈ മറ്റ് മൊബൈൽ ഫോണിൻ്റെ മറ്റു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി എനിക്ക് അങ്ങനൊരു അഭിപ്രായം എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ തന്നെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. മൊബൈൽ ഫോൺ ആക്ച്വലി നമുക്ക് ഈ പത്രങ്ങളിലൂടെ കിട്ടുന്ന സാധനങ്ങൾ അതിനെക്കാട്ടി ഫാസ്റ്റ്ലി മീൻസ് ആൻഡ് എഫിഷ്യൻ്റ്ലി നമുക്ക് കിട്ടും. മൊബൈൽ ഫോണിലൂടെ പത്രം വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചുകൂടെ? ഓക്കെ, അങ്ങനെ ഉപയോഗിക്കാം. അതാ പറഞ്ഞത്, രണ്ട് രീതിയിൽ നമുക്ക് എന്തിനേ കാണാമല്ലോ. NSS ഒരുപാട് നാൾ കൊണ്ട് എല്ലാ മയക്കുമരുന്നിനും മദ്യത്തിനും എതിരെ പൊരുതുകയാണ്. പക്ഷേ ഇപ്പോഴും വീണ്ടും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്താണ് പ്രണവിൻ്റെ ഇപ്പോൾ കാലഘട്ടത്തിൽ ഒരു പുതിയ തലമുറ എന്നുള്ളത് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ മാറ്റം? ഞാൻ ചിന്തിച്ചു നോക്കാം ഇങ്ങനെ കാര്യം ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ?
അത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരിക്കലും ഒരു മീൻസ് ടീച്ചറും പറഞ്ഞ കണക്ക് ടീച്ചറും അതേ കണക്ക് പറഞ്ഞ കണക്ക് ഇപ്പോൾ 50 പേരാണ് ഒരു അവയർനെസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതെങ്കിൽ അവർ തന്നെയാണ് വരുന്നത്. പക്ഷെ അങ്ങനല്ല, മറിച്ച് ബാക്കിയുള്ളവർക്ക് മാറണമെന്ന് സ്വയം തോന്നുന്നത് വരെ ആ ഒരു പ്രോബ്ലം വരുത്തണം. അതെങ്ങനെ വരുത്താൻ പറ്റുവാണ്? അതാ ഈ ഇപ്പം അതിപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡ്രഗ് അഡിക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് യൂസ് ചെയ്ത് തുടങ്ങുന്നത് ഒരു പിയർ പ്രഷർ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പിയറിൻ്റെ ഇടയിൽ ഒരു ആളാകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമായിരിക്കാം. പക്ഷേ അതുപോലെ അതിൽ നിന്ന് ഊരിപ്പോവുക എന്നുള്ളത് വളരെ കഠിനകരമായ കാര്യമാണ്. ഇവൻ അങ്ങനെ എളുപ്പമായിരുന്നെങ്കിൽ ഇവിടുത്തെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞാണ്. അപ്പോൾ അങ്ങനൊരു സംഭവത്തിൽ നിന്ന് ഒരു വ്യക്തിന് ഇങ്ങനെ നമ്മൾ അത്രത്തോളം സൗഹൃദത്തിൽ ഏർപ്പെട്ട് പുള്ളിക്കാരനെ മാറ്റിയെടുക്കാനായിട്ട് മാത്രം നോക്കണം. അപ്പോൾ അതിനെ സൗഹൃദം എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിക്കണം. സൗഹൃദം വേണം. സൗഹൃദം ഇല്ല. അങ്ങനെ മീൻസ് അല്ലല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സൗഹൃദം മീൻസ് അതിനെ നമ്മളൊരു ഏജന്റ് പോലെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പം സൗഹൃദം എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ് അഡിക്ട്സിൻ്റെ ഒരു കൂട്ടവും അല്ലാണ്ട് 2 കൂട്ടം ഉണ്ടെന്ന് ജസ്റ്റ് സങ്കല്പിക്കുക. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഒരിക്കലും ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത ഈ നല്ല കൂട്ടം എന്നല്ല പറഞ്ഞാൽ മീൻസ് ആ ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ ഇങ്ങോട്ട് പോകത്തില്ല. ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു സാമൂഹിക വിപത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്കൂൾ കുട്ടികളെയും ഇതേപോലുള്ള കലാലയങ്ങളിൽ പഠിക്കുന്ന ആളുകളെയാണ് വലിയ നിലയിലേക്ക് വേട്ടയാടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഇതിനെതിരെ കൃത്യമായിട്ടൊരു മൂവ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഈ പറയുന്ന പോലെ ഇത്തരത്തിലേക്കുള്ള സംഘങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അത് മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളായാലും പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ട് നിന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വിപത്തിനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റൂ. അല്ല, SFI എല്ലാ ഘട്ടത്തിലും ഇത്തരത്തിലേക്കുള്ള ലഹരി വിരുദ്ധ ശൃംഖലകളായാലും അത്തരത്തിലേക്ക് മുഴുവൻ വരുന്ന ആൻറ്റി റാഗിങ് സെല്ലുകൾ പോലെയുള്ള മുഴുവൻ ക്യാമ്പയിനുകൾ ഇത്തരത്തിലേക്ക് എല്ലാ അക്കാഡമിക് ഇയറിൻ്റെ ആദ്യഘട്ടത്തിലും ഒക്കെ സംഘടിപ്പിക്കുന്നതാണ്. ആ നിലയിലേക്ക് തുടർന്ന് ഞങ്ങൾ ഇനിയും അത്തരത്തിലേക്കുള്ള ക്യാമ്പയിനുകൾ കോൾ ചെയ്തിട്ടുണ്ട്. ശേഷം ഇവരുടെ ക്യാമ്പസുകൾക്കകത്തേക്ക് ബാക്കി സംഘടനകളോടി ഇത്തരത്തിലേക്ക് ഇതിൻ്റെ ഭാഗമായാൽ ഇത് മുഴുവനായിട്ട് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ കഴിയുന്നത് അതിനെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആളുകൾ നമുക്ക് അറിയാവുന്നതുണ്ടാകും. ഇപ്പോൾ നിലവിൽ SFI എന്ന നിലയിലേക്ക് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഒരു ആൻറ്റി സെല്ല് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് സേനയെ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സൈസിനകത്തുള്ള ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലേക്ക് ഉള്ള ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു സെല്ല് രൂപീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇൻഫോർമേഷൻ എത്തിക്കുക. ഇത്ര നാൾ ഉണ്ടായിരുന്നു. അത് കുറേ കൂടി ഇപ്പോൾ നവീകരിക്കുക എന്നുള്ളതാണല്ലോ. കൃത്യമായി നവീകരണ പ്രക്രിയയിലൂടെ അത് കൃത്യമായിട്ട് ഈ ക്യാമ്പസിൽ ഇപ്പോൾ നിലവിൽ ഞാൻ തേർഡ് ഇയറാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന ആളുകൾ ഭൂരിഭാഗം ആൾക്കാർ തേർഡ് ഇയറുകാരാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ ശേഷവും കൃത്യമായിട്ട് ഇത്തരത്തിലേക്ക് ഞങ്ങൾ തുടക്കം ഇടുന്ന പദ്ധതികൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഴുവൻ വിദ്യാർത്ഥി പ്രതിനിധികളും ഇരുന്ന് ആലോചിച്ചുകൊണ്ട് ഒരു സെല്ല് എന്ന രീതിയിലേക്ക് രൂപീകരിച്ചാൽ അത് കൂടുതൽ ഉപകാരപ്രദമാണ്. കാരണം നേരിട്ടിപ്പോൾ പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. നമുക്ക് കൃത്യമായിട്ടത് മേലധികാരികളെ അറിയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കൃത്യമായിട്ടൊരു സജ്ജീകരണം ഉണ്ടാക്കിയാൽ ഈ പറയുന്ന പോലെ ഒരു പ്രതിരോധം. NSSൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. NSSൻ്റെ യൂണിറ്റ് അപ്പോൾ ഞാൻ എന്നെ തോന്നി NSSൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഇപ്പം ടീച്ചർ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വിഷമമുണ്ട്. 50 പേരാണ് പങ്കെടുക്കുന്നത്, 50 പേര് തന്നെയാണ് വേണ്ടത്. അപ്പോൾ SFIയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഭാഗത്തു നിന്ന് സ്റ്റുഡൻസ് നേതാവെന്ന നിലയിൽ താങ്കളുടെ വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ താങ്കൾക്ക് അതിനകത്ത് എത്ര പേരെ വരാത്തവരെയും കൂടെ കൊണ്ടുവന്ന് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും? NSSനകത്തേക്കോ? NSSനകത്ത് പുതിയ NSSനകത്ത് മാത്രമല്ല ഈ മദ്യമയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ വരാൻ പറ്റും. ഇപ്പോൾ അതാ പറഞ്ഞത്. ഇപ്പോൾ NSS പോലെയുള്ള സംഘടനകൾ ക്യാമ്പസുകൾക്കകത്തേക്കായാലും സ്കൂളുകൾക്കകത്തായാലും കൃത്യമായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തിയാണ് കുട്ടികളെ അതിനകത്തേക്ക് വോളണ്ടിയേഴ്സ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഴുവൻ വിദ്യാർത്ഥികളുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിനകത്തേക്കൊരു ലിമിറ്റഡ് നമ്പറുണ്ട്. ഒരു വർഷം 50 ആളെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണ്. കാരണം NSSലേക്ക് അല്ലെങ്കിൽ NCCയിലേക്ക് ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മത്സര ബുദ്ധിയോടെയാണ് ഇവിടുത്തെ കുട്ടികൾ അതിനകത്തേക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് ഇതുവരെ എങ്ങനെയാണോ സഹകരിച്ചിട്ടുള്ളത് ആ നിലയിലേക്ക് തന്നെ ഇത്തരം സംഘടനകളുമായിട്ടും
സഹകരിക്കും. കാരണം അവർ വേണമല്ലോ ഇതിൻ്റെ ഭാഗമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സെല്ലിൻ്റെ ഭാഗമായിട്ട് NSSന്റെ കാര്യമല്ല പറഞ്ഞത്. അല്ലല്ല മൊത്തത്തിലാവുന്നേ. അതേ പറഞ്ഞു 50 പേരെ ബോധവൽക്കരിക്കുന്നു, അവർ തന്നെ വീണ്ടും ക്ലാസ്സിൽ വരുന്നു. അവർ അങ്ങനെയല്ല. ഈ ബോധവൽക്കരണ ക്ലാസ്സുകളുടെ ഒരു പ്രശ്നം, ഇപ്പോൾ നമ്മൾ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, ഈ സെമിനാറുകളും ബോധവൽക്കരണവും ആ രീതിയിലങ്ങ് മാറിപ്പോവുക. മീൻസ് അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ പോയി ഇത് ഉപയോഗിക്കുന്നത്. ആ ക്ലാസ് കഴിയുമ്പോൾ അതവിടെ തീരുക. പക്ഷേ ഇതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് നടത്തിക്കൊണ്ട്, ഞാൻ നേരത്തെ അത് ആമുഖമായിട്ട് സൂചിപ്പിച്ച ഒരു സെല്ല് രൂപീകരിച്ചാൽ കൃത്യമായിട്ട് നമുക്കത് അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൃത്യമായിട്ട് ആ ചെയ്യുന്ന ആളുകളെ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ക്യാമ്പയിനുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ട് വലിയ ഇതൊന്നുമില്ല. വലിയൊരു മാറ്റം അതുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ 10 ആൾ കേട്ടിരിക്കുന്നവരുണ്ടാവും. ബാക്കിയുള്ള ആൾ ഇതേപോലെ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഏതെങ്കിലും ഒരു ഉപാധി എന്ന നിലയിലേക്ക് വന്നിരിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മളിത് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ വിലയിരുത്തുന്നത്. ഞങ്ങളിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു അധ്യാപകൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, മുൻകാലങ്ങളിലും ഇതിന് സമാനമായ രീതിയിൽ തല്ലുകൾ ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പസുകൾക്കകത്തായാലും സ്കൂളുകൾക്കകത്തായാലും തങ്ങളിൽ തല്ലുകൾ ഉണ്ടാകുന്നു. പക്ഷേ അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ സൗഹൃദത്തിൻ്റെ ഇതിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള നവ മീഡിയകൾ ഇത്ര വിപുലമാവാത്തൊരു സമയമാണ്. പക്ഷേ ക്രൈം റേറ്റ് ആയാലും ഒക്കെയും നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ താരതമ്യേന കുറവാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിനായിരിക്കുകയല്ല, കുറവാണ്. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളായിക്കോട്ടെ, അത്തരത്തിലേക്കുള്ള ഏത് ഭാഗം എടുത്ത് നോക്കിയാലും വലിയ കുറവാണ്. പക്ഷേ ന്യായീകരിക്കല്ല, ഇത്തരത്തിലേക്ക് അത് തന്നെ പൊതുവായിട്ട് പറയുന്നത് വൈകാരികമായിട്ട് ഇത്തരത്തിലേക്ക് ആക്രമിക്കുന്ന രീതി പണ്ടില്ലായിരുന്നു. അത് കുട്ടികളുടെ കൃത്യമായിട്ടൊരു അവബോധമില്ലാത്ത, ഇപ്പോൾ എല്ലാ ആളുകൾക്കും രാഷ്ട്രീയം വേണം എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു ബാനറിന് കീഴിൽ നിൽക്കുന്ന രാഷ്ട്രീയമല്ല, കൃത്യമായിട്ട് നിലപാടുകൾ പറയുക. അത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സ്കൂൾ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് കണ്ണൂരിനകത്തോ എവിടെയോ ഒരു ബാനർ ഉയർന്നത് വി ആർ പൊളിറ്റിക്കൽ കിഡ്സ് എന്ന് പറയും. സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ കൃത്യമായിട്ട് രാഷ്ട്രീയം പഠിക്കുന്ന ആളുകളാണ്. കൃത്യമായിട്ടൊരു നിലപാട് പറയാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ വലിയ നിലയിലേക്ക് പറയുന്നുണ്ട്, വൈബിൻ്റെ പിറകെയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ നേരത്തെ ഇങ്ങനെ ടീച്ചർ പറഞ്ഞാൽ അവർക്ക് അതാ വൈബ് സെറ്റാണ്. വൈബിന് സ്കൂളിൽ രാഷ്ട്രീയം വേണ്ട, കോളേജ് മുതൽ മതി എന്നാണോ? അല്ല, സ്കൂളിനകത്തേക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ബാനറിന് കീഴിലേക്ക് ഇരിക്കുന്ന രാഷ്ട്രീയമല്ല. കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് കട്ടായം പിടിച്ചതുപോലെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ആ വോയിസ് ക്ലിപ്പൊക്കെ കേട്ടാൽ അറിയാം, ആൾക്കൂട്ട മരണപ്പെട്ടാൽ കേസാവത്തില്ല എന്ന നിലയിലേക്ക് പറയുക. ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാനൊക്കെ 2-3 വർഷങ്ങൾക്ക് അപ്പുറമാണ് ഇതിനെ പറ്റിയിട്ട് ആൾക്കൂട്ട മർദ്ദനത്തേക്ക് കേസാവത്തില്ല എന്നുകൂടി അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആ നിലയിലേക്ക് കുട്ടികൾക്ക് ഒരു കൃത്യമായൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നം ഇന്നത്തെ SFI തയ്യാറാവും. SFI അതാണ് ഞാൻ പറഞ്ഞത്, SFI ഈ ഘട്ടത്തിലൊക്കെയും ഇത്തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്നും ഞങ്ങളത് ചെയ്യും. അതിന് ബാക്കിയുള്ള സംഘടനയോട് കൂടി ഞങ്ങൾ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ നിലയിലേക്ക് ഒറ്റക്കെട്ടായി നിന്നാലേ നമുക്ക് ഇതിനെയൊക്കെ നിർത്താൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഒറ്റയ്ക്ക് ചേരിയിരിഞ്ഞ് നമുക്ക് അങ്ങനെ തങ്ങളി പറഞ്ഞ് അല്ലെങ്കിൽ തങ്ങളിപ്പോൾ കുറ്റങ്ങൾ പറഞ്ഞ് ആക്രമിച്ചിട്ടൊരു കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലേക്കുള്ള ലഹരി മാഫിയ സംഘങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ചെറുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ്. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ കടകളിൽ നിന്ന് മിഠായി മേടിക്കുന്ന പോലെ ലഹരി മരുന്ന് ക്യാമ്പസുകളിലുള്ളിലേക്കും മറ്റ് പൊതുസമൂഹത്തിലും പടരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പല രാഷ്ട്രീയ കക്ഷികളുടെയും രഹസ്യ പിന്തുണ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അപ്പം അതിന് ക്യാമ്പസുകളിൽ ചേർക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ക്ലബ്ബ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനകൾ കൂടി നിന്നുകൊണ്ടോ ഒന്നും നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല. ഈ ക്യാമ്പസിനെ പറയുകയാണെന്നുകൊണ്ട് ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് 4 പാർട്ടികളും 4 ചേരിയിൽ നിൽക്കുന്നത്. അതിനുശേഷം സുഹൃത്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളോ നോക്കാതെ ഒന്നിച്ച് ക്യാമ്പസിന് വേണ്ടിയിട്ട് പോരാടുന്ന അതാണ് കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസിൻ്റെ ക്യാമ്പസ്. അപ്പം മറ്റ് അധ്യാപകർ കൂടി ചേർന്ന് നിലവിൽ ഉള്ള ക്ലബ്ബുകൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് പ്രവർത്തിപ്പിച്ച് ലഹരി വിമുക്ത കോളേജായിട്ട് നമ്മുടെ കോളേജിനെ മാറ്റാൻ കഴിയും. അതിന് ഒരധ്യാപികയോ അല്ലെങ്കിൽ ഒരാളോ വിചാരിച്ചാൽ അതിനൊന്നും ചെയ്യാൻ സാധിക്കും. അങ്ങനെ നേരത്തെ ഉണ്ടല്ലോ, നിലവിൽ പ്രവർത്തനം. അപ്പോൾ അതിനെങ്ങനെ മാറ്റുന്നു? കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് അങ്ങനെ നിങ്ങൾ ചിന്തകളുണ്ടാവില്ല പുതിയ തലമുറയ്ക്ക്? അതിന് വിദ്യാർത്ഥികളെ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പം അതിപ്പം ഇപ്പോൾ NSS ആയതിൽ NSS ഞാൻ ഒരു വോളണ്ടിയറാണ്. അപ്പോൾ NSSലെ വോളണ്ടിയേഴ്സ് മാത്രം വിചാരിച്ചുകൊണ്ട് ക്യാമ്പസ് മൊത്തത്തിൽ ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ ശരിയാക്കിയിട്ടുമുണ്ട്.
അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം. ക്യാമ്പസിന് വെളിയിൽ നിന്ന് നമുക്ക് സപ്ലൈ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് NSSനെ കൊണ്ട് മാത്രം പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ, ബാക്കിയുള്ള അധ്യാപകർ, ഇവരെല്ലാവരും കൂടെ നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുക. അങ്ങനല്ല, ചിലർ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാമ്പസിൽ പഠിക്കാൻ മാത്രം വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ ക്യാമ്പസിൽ നിന്നൊരു പ്രോഗ്രാമിന് വിളിച്ചേക്കുമ്പോൾ അധ്യാപകർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാമ്പസിൽ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അപ്പോൾ ഒരു സമൂഹത്തിനെ ഒരു നേർവഴിക്ക് നടത്തേണ്ട ഒരു ചുമതല എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉണ്ട്. അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ക്യാമ്പസിൽ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ കുട്ടികളും ഒന്നിച്ച് കൊണ്ടൊരു ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ലഹരിക്കെതിരെ പോരാടാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും കൂടെ കൂടി സ്ഥിരമായിട്ട് അവർ കേട്ടോണ്ടിരിക്കുന്നത് തന്നെ കേൾക്കുകയല്ലേ, പുതിയ കുട്ടികൾ ആർക്കും വരാൻ തയ്യാറല്ല. അങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്. കേട്ടോണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ ബോധങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മോശമായ സൈഡുകൾ കേട്ടാണ് ഒരു വ്യക്തി മാറുന്നത്. ഇപ്പോൾ അഡിക്ഷൻ സെൻ്ററുകളിലായാലും ഡെയിലി ഇതിനെ പറ്റിയാണ് സംസാരം. അതുകൊണ്ടല്ലേ അവർ മാറുന്നത്. നിങ്ങളുടെ ഈ കോളേജിലേക്ക് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ABVPക്ക് പറയാനുള്ള ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് പറയാൻ പറ്റുന്ന സ്റ്റുഡൻസ് ത്തിൻ്റെ ബേസിൽ മാത്രമായി കഴിഞ്ഞാൽ അത് എങ്ങും എത്തത്തില്ല. അത് മറിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് അനധ്യാപകരും എല്ലാവരും കൂടി ചേർന്ന് ക്യാമ്പസിനെ മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. എൻ്റെ പേര് റാണ, ഞാനിവിടെ ASFൻ്റെ മെമ്പറാണ്. ഇപ്പം വിഷ്ണുവും സിദ്ധാർത്ഥും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ചേരി തിരിഞ്ഞു നിന്നാലോ ഒറ്റയ്ക്ക് നിന്നാലോ നമുക്ക് അതിന് പരിധികളുണ്ട് ഇതിനെ എതിർക്കുന്നതിന്. അപ്പം ലഹരി എന്ന് പറയുന്നത് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനപ്പുറം സൗഹൃദത്തെ തന്നെ ലഹരിയായി സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ ലഹരി കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്നിലേക്കും തിരിഞ്ഞു പോകാൻ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ മനസ്സിലാക്കി കൊടുക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ കൂട്ടായ്മ മനസ്സിലാക്കി കൊടുക്കുന്നത്? നമ്മുടെ സൗഹൃദ വലയം കുറച്ചും കൂടെ വിപുലീകരിച്ച് ക്ലാസ് മുറികളിൽ അല്ലെങ്കിൽ ആ പഠനത്തിൽ മാത്രം ഒതുങ്ങി പോകാതെ NSS പോലുള്ള യൂണിറ്റിൽ, അതുപോലെ മറ്റ് സംഘടനകളിൽ ഒക്കെ പങ്കുചേർന്നുകൊണ്ടും നമ്മുടെ ആ സൗഹൃദ വലയം കുറച്ചും കൂടെ വികസിപ്പിച്ചുകൊണ്ടും നമുക്കത് നേടിയെടുക്കാം. ഇവിടുത്തെ പെൺകുട്ടികൾക്കിടയിൽ ഇങ്ങനെയുള്ള സൗഹൃദ വലയങ്ങളില്ല? പെൺകുട്ടികൾക്കിടയിൽ നല്ല രീതിയിൽ സൗഹൃദ വലയം, കലാപരമായിട്ട് കായികം അങ്ങനെ ഉദ്ദേശിക്കുന്നത്, അതാണോ ഉദ്ദേശിച്ചത്? കലാപരമായിട്ടും കായികപരം, അതായത് ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി പോകാതെ കുറച്ചും കൂടെ കാഴ്ചപ്പാടുകളെ വികസിപ്പിച്ച് സൗഹൃദം കുറച്ചും കൂടെ വിപുലീകരിക്കണം. എൻ്റെ പേര് ജോഷ്ന, മെട്രോസിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, ഇവിടുത്തെ വൈസ് ചെയർപേഴ്സണാണ്. എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അനുഭവങ്ങളുടെ പുതിയ വഴിത്തിരിവുകളുമാണ് ഓരോ കലാലയ ജീവിതം. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ ഒരിക്കലും ഒരു ലഹരിയുടെ കനാലിലേക്ക് വഴിത്തിരിവ് ഉണ്ടാക്കി വെക്കരുത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ സൗഹൃദം ഒരു ലഹരിയാക്കി മാറ്റുക, അതിനെല്ലാം അപ്പുറം ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്നിരിക്കെ നമ്മൾ വേണം കുട്ടികൾക്ക് മാതൃകയാവാൻ. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് അവിടെ ഇവിടെയും കിടന്നിട്ട് പിള്ളേർ ഇത് വന്ന് കണ്ടാൽ അവർ നമ്മളായിരിക്കും മോഡലാക്കുന്നത്. സോ നമ്മൾ ആദ്യമേ അവർക്കൊരു മോഡലായിട്ട് മാറുക. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒരു ക്യാമ്പയിൻ എടുത്താലോ ഒരു അവയർനെസ് ക്ലാസ് കൊടുത്താലോ എത്രമാത്രം ഒരു വിദ്യാർത്ഥി കേട്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊരു ലിമിറ്റേഷനുണ്ട്. ഒരു ക്യാമ്പയിൻ കൊടുക്കുന്നതിൽ ഒരു അവയർനെസ്, ഒരു വിദ്യാർത്ഥികൾക്ക് നീ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട്. അതിനപ്പുറം നമ്മൾ പുതിയ സ്പോർട്സ് പരമായിട്ട്, കലാപരമായിട്ട്, ഇപ്പം തന്നെ ഇവിടെ കലോത്സവം നടന്നു. കഴിഞ്ഞ വർഷത്തും പങ്കെടുത്തതിനേക്കാളും കുട്ടികളാണ് ഇപ്രാവശ്യം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള യൂണിയൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇനി എത്നിക് ഡേ, അതേപോലെയുള്ള കൾച്ചറൽപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ വഴി നമുക്ക് കുട്ടികളെ ഇതിലേക്ക് ഒരു ലഹരി അത് മറന്നിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂണിയനാണ് ഇപ്പോൾ ഇവിടെ കോളേജ് ഭരിക്കുന്നത്. സോ വിദ്യാർത്ഥികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ കലാപരമായിട്ടും കായികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇവരിലേക്ക് എത്തിക്കുക.
ഇനി നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എത്നിക് ഡേ, അതൊരു കൾച്ചർപരമായിട്ടുള്ള പ്രോഗ്രാമാണ്. സോ അതൊക്കെ പിള്ളേരിലേക്ക് എത്തിച്ച് പിള്ളേരെ ഇത് എന്നുവെച്ചാൽ ഈ ഒരു ലഹരി മറന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ടാലൻറ്റും കൂടെ നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഈ ഡ്രഗ്സ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 23 വയസ്സുകാരൻ ഒരു കുടുംബത്തെ മുഴുവനായിട്ട് കൊല്ലുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ഞാൻ വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാക്കിയത് മദ്യം മാത്രമായിരുന്നു, ഒരു വലിയൊരു ലഹരി വസ്തുക്കൾ അല്ല, മദ്യം മാത്രമായിരുന്നു അതിനകത്ത് മെയിൻ കണ്ടൻ്റായിട്ട് വന്നത്. പക്ഷേ നമ്മൾ വീടുകളിൽ നിന്ന് ഒരു പേരൻറ്റിങ് അവിടെ മുതൽ നമ്മൾ വളർന്നു വന്നാൽ നല്ലൊരു പേരൻറ്റിങ് ആണ് ആ കുട്ടിക്ക് കിട്ടുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ അതിന് ചിന്തിക്കാം. മേ ബി ഇതൊരു ഭയങ്കരമായിട്ട് ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാനസികമായിട്ട് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ വിദ്യാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ NSS പോലുള്ള യൂണിറ്റ് വഴി അല്ലെങ്കിൽ അധ്യാപകർ വഴി നമുക്ക് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന വിദ്യാർത്ഥിയെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ എല്ലാ ക്ലാസ്സിലും പോയി നമുക്ക് വിദ്യാർത്ഥികളെ കാണാനായിട്ട് പറ്റില്ല. കൂടുതലും അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുന്ന അവിടുത്തെ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അവർ വഴി മനസ്സിലാക്കുക ആ കുട്ടിക്ക് എന്തൊക്കെയാണ് പ്രശ്നം, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നത് മനസ്സിലാക്കി അതിനെ എങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും, അതുവഴി പിന്നെ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇവർ ഈ പറയാം ഈ ഒരു ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഇതൊരു മോഹം മാത്രമാണ്, ഒരു തവണ ഉപയോഗിച്ച് ഇത് എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയാണ് പല വിദ്യാർത്ഥികളെയും ഇതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉപയോഗം നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കുന്നതായിരിക്കും എന്നൊരു ബോധം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ സംഘടനകൾ വഴിയും വിദ്യാർത്ഥികളെ മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും.